ഇത്രയും ദൂരത്തുനിന്ന് അവര് നെല്ല് ചുമന്നുകൊണ്ട് വരുന്നതേ. വികസനം വികസനം എന്ന് നാഴിക്ക് 40 വട്ടം പറയുന്നവരോടെ എനിക്കൊന്ന് ചോദിക്കാനുള്ളത്, നമ്മുടെ ഭാരതത്തിലെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായ മേഖല ഏതാണ്? ഏറ്റവും വലിയ വ്യവസായി ആരാണ്? അത് ശരിക്കും കർഷകരാണ്. പക്ഷേ ഇനിയിപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, ഈ പറഞ്ഞ കർഷകർക്ക് അല്ലെങ്കിൽ ഈ കാർഷിക മേഖലയ്ക്ക് വേണ്ടതൊന്നും ഇപ്പോൾ ഇതുവരെയുള്ള ഭരണത്തിലുള്ള ഒരു സർക്കാരും ചെയ്തിട്ടില്ല എന്നുള്ളതിൻ്റെ ജീവിക്കുന്ന തെളിവിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ നാട്ടുകാരനായിട്ടുള്ള ചേട്ടനുണ്ട്, നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, ചേട്ടാ ഇതെന്തീ നെല്ലല്ലേ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കണേ? ഈ പാടശേഖരം എന്ന് പറഞ്ഞാൽ കുട്ടനാട് താലൂക്കിൽ കുന്നുമ്മ വില്ലേജിൽ നീലമ്പേരൂർ പഞ്ചായത്തിൽ 1-ാം വാർഡിൽപ്പെട്ട പാടശേഖരമാണ്. അത് KL ബ്ലോക്ക് ആപ്പുകായൽ എന്ന് പറയുന്ന പാടമാണ് ഇപ്പം നമ്മളിവിടെ നിൽക്കുന്നത്. ഇത് ആഴ്ചയൊന്നായി കൊയ്ത് ഈ നെല്ലിവിടെ ഇട്ടിട്ട് മില്ലുകാർ ഈ ഏജന്റുമാരും കൂടെ ഒത്തുകൊണ്ട് അവർക്ക് കിഴിവ് എന്ന് പറഞ്ഞാൽ നെല്ല് മോശമാണെന്ന് അവർ പറയുക. പക്ഷെ ഒന്നാമത്തെ നല്ല നെല്ലാണ് ഈ കൊയ്തിട്ടിരിക്കുന്നത്. ഈ മോശമാണെന്ന് വരുത്തിക്കൊണ്ട് 1 കിൻഡല് നെല്ലിന് 10 കിലോ വരെയാണ് അവർ കിഴിവ് ചോദിക്കുന്നത്. അപ്പം ആ ഒരു 10 കിലോ നെല്ല് കൊടുക്കാത്തതിൻ്റെ ബേസിലാണ് ഇപ്പോൾ ഇത്രയും ദിവസമായിട്ട് ഇവിടെ കിടക്കുന്നത്. കൃഷിക്കാർ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഈ നെല്ല് ഇവിടെ ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കിളുത്ത് പോയി കഴിഞ്ഞാൽ അവർ 10 എന്നുള്ളത് 25 കിലോ ആക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊന്നും സർക്കാരിൻ്റെ ശ്രദ്ധയിലോട്ട് ചെല്ലുന്നില്ല. ഇതിപ്പം നമ്മൾ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ പാടശേഖരത്തെ കൃഷിക്കാരെ സംബന്ധിച്ചോളം കുമരകം പഞ്ചായത്തിലെ 7-ാം വാർഡിലെ കൃഷിക്കാരാണ് 99% കൃഷിക്കാർ. അപ്പം ഇത് എത്തി നോക്കാൻ ഈ നമ്മുടെ സർക്കാരിൽ ബന്ധപ്പെട്ട കൃഷി വകുപ്പോ അല്ലെങ്കിൽ മന്ത്രിയായിട്ട് ഇവിടെ നമ്മുടെ വാസവൻ സാറാണ് ഇവിടുത്തെ മന്ത്രി, അദ്ദേഹം ഒന്നും ഈ പാടം പോലും ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ടുണ്ടാവില്ല. മനസ്സിലല്ലേ? അദ്ദേഹത്തിന് ഇങ്ങനെ പാടം ഉണ്ടോന്ന് പോലും എനിക്ക് തോന്നുന്നില്ല അറിയാമെന്നുള്ളത്. അപ്പം ഇതിനെ ഒരു ശ്രദ്ധ നമ്മുടെ ഗവൺമെന്റ് ചെലുത്തിക്കൊണ്ട് ഈ പാടശേഖരെ സംബന്ധിച്ചിടത്തോളം കൃഷി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഈ ബണ്ടുകളെല്ലാം പോയി കിടക്കുകയാണ്. ബണ്ടുകളൊക്കെ ഇപ്പം നമുക്ക് കാണാം. ബണ്ടുകൾ എന്ന് പറഞ്ഞാൽ വെള്ളം വന്നു കഴിഞ്ഞാൽ മട വീഴാൻ സാധ്യതയുണ്ട്. കാരണം കല്ലുകെട്ടൊന്നും അത്ര ബലമല്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ നേരത്തോട്ട്, ഞാൻ പാടശേഖര സമിതിയുടെ അംഗവും കൂടിയാണ്, ഈ പാടത്തിൻ്റെ കൃഷി ചെയ്യുന്ന ആളും കൂടിയാണ്. അപ്പം ഞങ്ങൾ ഇത് പല പ്രാവശ്യങ്ങളിൽ കൃഷി ഓഫീസറേയും അതുപോലെ പാടി ഓഫീസർമാരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കരികളിച്ച് ഇതൊക്കെ വലിയ ചെറിയായിട്ട് 2ആയിട്ട് തിരിഞ്ഞ് കിടക്കുന്ന പാടമാണ്. ഇതൊരു 140 ഏക്കർ 143 ഏക്കർ വരുന്ന പാടശേഖരമാണ് ഈ ആപ്പുകായൽ എന്ന് പറയുന്നത്. ഇതിനോടനുബന്ധിച്ച് ഒന്നിച്ച് കിടക്കുന്നതാണ് മാരാങ്കായൽ. അതൊരു 800 കിലോന് ഏക്കർ വിഷയമുണ്ട്. അപ്പോൾ ഈ കർഷകരെല്ലാവരും ഈ ഒരു മഴയും കൂടെ പെയ്തു കഴിഞ്ഞാൽ ഇതെല്ലാം ദുരിതത്തിലായിട്ട് പോവുക. കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം കടം മേടിച്ചാണ് ഇതെല്ലാം ചെയ്തു വെക്കുന്നത്. അപ്പോൾ എടുത്തുകൊണ്ട് പോകാൻ സർക്കാരിൻ്റെ ഒരു അനാസ്ഥ കൊണ്ടാണ് ഈ നെല്ലിവിടെ ഇപ്പോൾ കിടക്കുന്നത്. ഇന്നലെ ഞങ്ങൾ മില്ലുകാരുമായിട്ട് ബന്ധപ്പെട്ടാൽ അവർ 10 കിലോ എന്നുള്ള 6 കിലോയിലേക്ക് മാറ്റി പറഞ്ഞു. അപ്പോൾ അവരങ്ങനെ ഓരോ ദിവസവും ഈ കൃഷിക്കാരെ വിഷമിപ്പിക്കുന്ന കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ വേണ്ടിയിട്ട് നമ്മുടെ സർക്കാരുകൾ ഇതുവരെ മന്ത്രി എന്ന് പറഞ്ഞാൽ ആരും ഇവിടെ എത്തിയിട്ടില്ല. ഒരു പരാതി പറഞ്ഞിട്ടുണ്ടോ? പാടശേഖരത്തിന്റെ സമിതി കൃഷി ഓഫീസറോടും അതുപോലെ പാടശേഖരത്തിന്റെ പാടി ഓഫീസറെയൊക്കെ വിളിച്ച് ഈ കാര്യങ്ങൾ ആഴ്ചകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ മില്ലുകാരോട് ഓരോരുത്തർ പറയുന്നുണ്ടെന്നല്ലാതെ ഇതുവരെ ആരും വന്ന് നെല്ല് എടുത്തോണ്ട് പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്, നോക്കാൻ വേണ്ടിയിട്ട്, അത് പരിശോധിക്കാൻ. പക്ഷേ ഇതുവരെ ആരും വന്നിട്ടില്ല. ഇന്ന് വരെ നാളെ വരുമെന്ന് പറഞ്ഞ് കുറച്ച് ദിവസങ്ങളായി കിടക്കുകയാണ്. ഇതാണ് ഇവരുടെ ഒരു അവസ്ഥ. എനിക്ക് തോന്നുന്നു ഇതിനപ്പുറത്തേക്ക് ഞാനിനി കൂടുതൽ പറഞ്ഞ് എന്താ പറയാ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. ഇവിടെ നിങ്ങളെ കാണുന്നുണ്ട്, ഇപ്പം ഇത്രയും പാടശേഖരത്തിൽ നിന്ന് ശേഖരിച്ച നെല്ലുകളാണ് ഇവിടെ ഈ കൂന കൂട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ എന്താ പറയാ വികസനം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അത് ഏറ്റവും ബേസിക് ആയിട്ട് അടിസ്ഥാനമായിട്ട് വേണ്ടത് നമ്മുടെ കാർഷിക മേഖലയ്ക്കാണ്. അവിടെ പോലും വികസനം എത്താത്ത ഈ നാട്ടിൽ എന്ത് വികസനമാണ് ഇതുവരെ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഇതിനെന്തായാലും ഒരു പരിഹാരം എത്രയും വേഗം നമുക്ക് കാണണം. 1 കിലോമീറ്ററോളം കണ്ടോ നമ്മുടെ ഈ നെല്ല് അവിടെ വണ്ടി താഴുന്ന സ്ഥലത്ത് നിന്ന് ഓടാഞ്ഞിട്ട് അവിടെ കുത്തിയ നെല്ല് കണ്ടോ. ഈ ചൂടത്ത് ആളുകൾ നിന്ന് ചുമന്നു കൊണ്ടുവന്നിടുകയാണ്. ഈ നെല്ല് ഇനിയും ദിവസങ്ങൾ പോകാതെ വന്നുള്ള സ്ഥിതിയെപ്പറ്റി നമ്മൾ ആലോചിക്കുക. അപ്പം അത് നമ്മുടെ ആളുകളുടെ സത്യം പറഞ്ഞാൽ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിലെ അന്നദാതാക്കളായ കർഷകരെ ഇത്ര പോലും ഒന്ന് ഗൗനിക്കാത്ത വകവയ്ക്കാത്ത ഈ ഒരു സർക്കാർ ഇനിയും തുടരണോ എന്ന് നിങ്ങൾ ആലോചിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഈ സർക്കാരിന് ഇനിയും വോട്ട് ചെയ്യണോ എന്ന് നിങ്ങൾ സ്വയം ചോദിക്കണം. ഈ കുമരകത്തെ നമ്മുടെ അന്നദാതാക്കളായ ഈ കർഷക സമൂഹത്തോടൊപ്പം ആദരടി നായർ.